ഭിന്നശേഷി മേഖലയിലെ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ഫെബ്രുവരി 6 വ്യാഴാഴ്ച സംസ്ഥാനത്തെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പരിവാർ കേരളയുടെ നേതൃത്വത്തിൽ ബൗദ്ധിക ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൂർണ്ണസമയം പരിചരണം ആവശ്യമായി വരുന്ന ഭിന്നശേഷി കുട്ടികളോട് സർക്കാർ കാണിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് പരിവാർ ഭാരവാഹികൾ പറഞ്ഞു. ശയ്യാവലംബികളായ വ്യക്തികളെയും അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിപരിമിതരായ വ്യക്തികളെയും പരിചരിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന ഒരു സാമ്പത്തിക സഹായമാണ്. അത് പരിചരിക്കുന്നവർക്ക് നൽകുന്നതാണ്. അതിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു മാസം 600 രൂപയാണ്. 600 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 20 രൂപയാണ്. ഒരു ചായക്ക് മാത്രമേ പറ്റുള്ളൂ. അത്രയുമാണ് ഈ സർക്കാർ തരുന്ന എമൗണ്ട്. അതും 2018 ശേഷം ഒരു പുതിയ അപേക്ഷ പോലും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോ പ്രാവശ്യം അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ ക്ലർക്കില്ല. കേരള സദസ്സ് നടത്തുമോ അല്ല ലോക കേരള സദസ്സ് നടത്തുമോ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കോടികൾ മുടക്കുമ്പോൾ ഈ ബുദ്ധിപരിമിതരായ വ്യക്തികളെ സംരക്ഷിക്കുന്ന ആൾക്ക് ദിവസം 20 രൂപ എന്ന തരത്തിൽ പോലും കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് യാചിക്കുകയാണെന്ന് ധരിക്കരുത്. അവരുടെ അവകാശമാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ്. അവകാശാധിഷ്ഠിതമായിട്ടുള്ള RPWD ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവകാശങ്ങൾ സാധിച്ചു കൊടുക്കണമെന്നുള്ളത്. അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ വിമുഖതയാണ് സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യം ഈ പറയുന്ന ഇതിന് യാതൊരു ഇതുമില്ല, വരുമാന പരിമിതി ഇല്ലാതെ ഇത് എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ സംരക്ഷിക്കണമെങ്കിൽ ഒരാൾ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ആ പരിമിതികളിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആശ്വാസ കിരണം വന്നത്. അതിനെ അതായത് കുടിശ്ശിക തീർത്ത് ഇതിൻ്റെ 600 രൂപ എന്നുള്ളത് ഒരു കുറഞ്ഞത് 1000 രൂപയെങ്കിലായിട്ട് ഉയർത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, കിട്ടാതാവുന്ന സ്ഥിതിയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും മനുഷ്യത്വരഹിതമായാണ് സർക്കാർ പെരുമാറുന്നത്. ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ ലംഘനമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഭിന്നശേഷിക്കാരായവർക്ക് മാസം തോറും ലഭിച്ചുകൊണ്ടിരുന്ന 600 രൂപ ബത്തം നിലച്ചിട്ട് 2 വർഷം കഴിയുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും വിവേചനം തുടരുന്നത് മൂലം ഭിന്നശേഷിക്കാരായവരെ സ്കൂളിലേക്ക് വിടാൻ കഴിയാത്ത സ്ഥിതിയാണ്. കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഭിന്നശേഷിക്കാർക്കായി സ്പെഷ്യലിസ്റ്റുകളെ നിയമിക്കണമെന്ന ആവശ്യവും കുടുംബ വരുമാന പരിധി നോക്കാതെ പെൻഷനും ക്ഷാമബത്തയും അനുവദിക്കണമെന്ന ആവശ്യവും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വർധനവ് നിയമപരമാണെങ്കിലും നടപ്പിലാവുന്നില്ല. ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ ചികിത്സയും ചികിത്സാ ധനസഹായവും മെഡിക്കൽ ഉപകരണങ്ങളും നിർത്തലായി. പ്രശ്നവും പരിഹാരവും ബോധ്യപ്പെടുത്താനായി നിവേദനങ്ങൾ നൽകുകയും സമരം നടത്തിയിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണ്. ഭിന്നശേഷി സംരക്ഷണ നിയമം നടപ്പിലാക്കി കിട്ടാൻ കോടതിയെ സമീപിക്കുമെന്നും പരിവാർ ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് സുന്ദരൻ, സെക്രട്ടറി പി രമണൻ, മേജർ സുധാകരൻ പിള്ള, ആർ വിശ്വനാഥൻ, MS വെങ്കിട്ടയ്യർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.